നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റൂഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇനി വന്നിട്ട് പഞ്ചമി തിഥിക്ക് 2 ദിവസമേ സമയമുള്ളൂ. വരുന്നത് തേയ്പിറ പഞ്ചമി, ജൂൺ മാസം 5-ാം തീയതി വെള്ളിയാഴ്ചയാണ് തിഥി വരുന്നത്. 4-ാം തീയതി വ്യാഴാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജാ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. പ്രൊസീജിയേഴ്സ് അറിയുന്നതിലേക്ക് വേണ്ടി ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. മുന്നേ ഇരുന്ന് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അതിന്റെ ഫോർമാലിറ്റീസും അറിയാം. പുതുതായി വരുന്നവർക്ക് ഡൗട്ട് ഇരുന്നാൽ മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. എല്ലാം ആദ്യം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല്, വരാഹിയമ്മനക്ക് മുന്നേ ചെയ്യേണ്ട ഒരു വഴിപാട്. ഭയങ്കര എളിമയാർന്ന ഒരു വഴിപാടാണ് ഇത്. വന്നിട്ട് നിങ്ങളുടെ പണം സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കടം ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കടം അടഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ സ്വർണം വന്നിട്ട് ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വർണം നിങ്ങൾക്ക് പെട്ടെന്ന് വീണ്ടെടുക്കാനും പറ്റും. എന്താ ചെയ്യേണ്ട വെച്ചാല്, ഇതിനു വേണ്ടിയ പൊരുൾ എന്താന്ന് ചോദിച്ചാല് അത് ഒരേ ഒരു ലെമൺ ആണ്, ചെറുനാരങ്ങ. രാജക്കനി എന്ന് പറയും. ദെൻ അമ്മനക്ക് മുന്നേ, വരാഹി അമ്മനക്ക് മുന്നേ നിങ്ങൾ ഒരു ഇടിഞ്ഞില് ദീപം വെച്ചോളുക. അതായത് അകൽ വിളക്ക്, മൺവിളക്ക് ദീപം വെച്ചോളുക. അതും നല്ലെണ്ണ ഒഴിച്ച ദീപം വയ്ക്കാവൂ. പഞ്ഞിത്തിരിയിട്ട് വെച്ചോളുക. അത് ചുവന്ന തിരിയാനാലും കുഴപ്പമില്ല, അല്ല നോർമലി നമ്മുടെ വൈറ്റ് കളർ തിരിയായിരുന്നാലും കുഴപ്പമില്ല. പഞ്ഞിത്തിരിയിട്ടാൽ ഭയങ്കര മികവ്. അകൽ വിളക്കൊക്കെ വന്നിട്ട് നിങ്ങൾ മഞ്ഞളും കുങ്കുമവും വെച്ചിട്ട് പൊട്ടു വെച്ചോളുക. ശരിയാ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ മൺവിളക്കേ ഉള്ളൂ, പുതിയതില്ല എങ്കിൽ ഒന്നും പ്രശ്നമില്ല. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് തുടച്ചെടുത്തോളുക. ഇപ്പം ദീപം ഏറ്റി വെച്ചല്ലോ, എന്നിട്ട് ഒരു ലെമൺ എടുത്തോളുക. ഇതിനു മുന്നേ തന്നെ നിങ്ങൾ ഒരു പഴയ അകൽ വിളക്ക് എടുത്തിട്ട് ആ വിളക്കിനകത്ത് കുറച്ച് കല്ലുപ്പിടണം. എന്നിട്ട് അതിനകത്ത് ഒരു 5 അല്ലെങ്കിൽ 3 ഒറ്റപ്പടിയില് ഓഡ് നമ്പേഴ്സില് കുരുമുളക് ഇടുക. കൂടുതലില്ലെങ്കിൽ 1 മുളക് ഇട്ടാലും മതി. ശരിയാ? എന്നിട്ട് ഈ ചെറുനാരങ്ങ എടുത്ത് ഈ അകൽ വിളക്കിന്റെ മേലെ വെക്കുക, മൺവിളക്കിന്റെ മേലെ വെച്ചോളുക. വെച്ചതിന് ശേഷം നിങ്ങളുടെ കടം പ്രശ്നം ഇരിക്കുന്നത്, നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തരാതിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് കുറച്ച് പണം, അങ്ങനെയുള്ള നിങ്ങളുടെ പ്രശ്നം എന്താണോ, ഇപ്പോ സ്വർണം ബാങ്കിൽ ഇരിക്കുന്നു, ഡേറ്റ് ആയി ഇതുവരെയും എടുത്തില്ല, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഇരിക്കുന്നുവോ അത് വന്നിട്ട് നിങ്ങളൊരു ചുവന്ന കളറ് പെൻ കൊണ്ട് എഴുതണം. അത് നിങ്ങൾ എഴുതിയാലേ മതി നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ശരിയാവും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്താവിനുള്ളിൽ പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരണമെന്ന് പറഞ്ഞിട്ട്, പ്രശ്നങ്ങൾ തീരണം അങ്ങനെ എഴുതിയാലും മതി. ശരിയാ? ഇപ്പൊ നിങ്ങൾ ഗോൾഡ് ലോൺ വെച്ചിരിക്കുന്നെങ്കിൽ ഒരു 5 പവൻ സ്വർണമാണ് നിങ്ങൾ ബാങ്കിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ എഴുതിക്കൊള്ളുക: 5 പവൻ സ്വർണം പെട്ടെന്ന് വീണ്ടെടുക്കണം. നിങ്ങൾ ഈ ലെമണിൽ, ഈ നാരങ്ങയില്, രാജക്കനിയിൽ എന്ത് എഴുതുന്നുവോ അത് അച്ചട്ടായിട്ട് നിങ്ങൾക്ക് നടന്നു കിട്ടും. വരാഹിയമ്മൻ നിങ്ങൾക്ക് നടത്തി തരും. സോ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഈ ലെമണിൽ എഴുതി വെക്കുക. അത് അപ്പോൾ തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ശരിയാകാനായിട്ട് ആരംഭിച്ചിടും. സോ നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കൊള്ളുക. എന്തിനാണ് ഈ കല്ലുപ്പിന്റെ മേലെ ലെമൺ വയ്ക്കുക എന്ന് ചോദിച്ചാല്, എപ്പോഴുമേ കല്ലുപ്പിന് വന്നിട്ട് നെഗറ്റിവിറ്റീസിനെ എല്ലാം അടിച്ചോടിക്കുന്ന ഒരു പലക ഇരിക്കുന്നുണ്ട്. അറിയാലോ കല്ലുപ്പിന്റെ സവിശേഷത എന്താണെന്ന്. അതുപോലെ തന്നെ ഈ കല്ലുപ്പിന് വന്നിട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അത് തരുന്നതിനുള്ള ഒരു ശക്തി ഇരിപ്പുണ്ട്. അതുപോലെ കുരുമുളക് വയ്ക്കുന്ന എന്തിനാ വെച്ചാല് പണം സംബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. പണം കൊട്ടിയൊഴുകുമെന്ന് പറയുമില്ലേ, അതുപോലെ നമ്മുടെ കൈകളിലേക്ക് പണം ഒഴുകിയെത്തും. അതായത് കടം ഇരുന്നാലും എങ്ങനെയെങ്കിലും ആ കടത്തിനെ അടച്ചു കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുന്ന അവരുടെ മനസ്സ് മാറ്റി നമുക്ക് തിരിച്ച് പണം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ വെച്ച് തരും. അങ്ങനെ ശക്തീകരിക്കുന്ന ഒരു പൊരുളാണ് കുരുമുളക്. അതിന് മേലെ നിങ്ങൾ ഈ നാരങ്ങ വെച്ചോളുക. ദെൻ അകൽവിളക്ക് വെച്ചല്ലോ, വിളക്ക് എടുത്ത് നിങ്ങൾ വരാഹിയമ്മന്റെ പടത്തിന് അടുത്തോട്ട് വെക്കുക. ഇപ്പൊ ഈ ലെമൺ വെച്ചതും നമ്മൾ എണ്ണ തിരിയിട്ട് വിളക്ക് വെച്ചില്ലേ, ഇതെല്ലാം വരാഹിയമ്മനോട് പടം ഇരിക്കുന്നതിന്റെ അടുത്ത് വെക്കുക. ഇപ്പൊ പടവും ശിലയൊന്നും ഇല്ലാത്തവര് ഈ വിളക്കേ അമ്മനായിട്ട് സങ്കല്പിച്ചങ്ങ് വെച്ചോളുക. എടുക്കണ്ട, അത് അതുപോലെ തന്നെ നിങ്ങൾ വെച്ചോളുക. ദെൻ നെക്സ്റ്റ് ഡേ ഇത് എടുക്കുക. നെക്സ്റ്റ് ഡേ എടുത്തിട്ട് ഈ ലെമൺ, നാരങ്ങ വന്നിട്ട് കാൽപ്പെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയുക.
തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യത്തിൽ ചെയ്യുന്നുവോ അത് നടക്കാൻ ആരംഭിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഈ നാരങ്ങ വന്നിട്ട് നിങ്ങൾ ഒഴുകുന്ന ജലത്തിലും എറിഞ്ഞു കളയാവുന്നതാണ്. ഇത് രണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് വായ്പില്ല എങ്കിൽ നിങ്ങളിപ്പോ പൂജാറയിൽ നിന്ന് പൂവൊക്കെ എടുത്ത് പഴയ കുപ്പപ്പോട് വയ്ക്കുമില്ലേ, അതിൽ വെച്ചോളുക. ദെൻ ആ കവർ നമ്മൾ കുപ്പപ്പോട ഇല്ലേ, അപ്പൊ അത് ഡിസ്പോസ് ചെയ്തോളൂ. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ട് വരിക. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും നല്ല ഒരു ഫലം തന്നെ കിട്ടും. അത് മാത്രമല്ല, എന്താണോ നിങ്ങൾ ഈ ചെറുനാരങ്ങയിൽ എഴുതുന്നുവോ അത് തീർച്ചയായിട്ടും നടക്കും. സോ ഇരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ എഴുതിക്കൊള്ളുക. എന്തൊക്കെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് ഇരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്കെല്ലാം കഷ്ടമാണ്, എനിക്ക് ഏകപ്പെട്ട കഷ്ടങ്ങൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം നിങ്ങൾ ഇരുന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കരുത്. നിങ്ങൾക്ക് എന്താണ് ഒത്തിരി താങ്ങാൻ പറ്റാത്ത കഷ്ടം അത് പിക്ക് ചെയ്തെടുത്ത് എഴുതിക്കൊള്ളുക. പിന്നെ ഒന്ന്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കഷ്ടം ആവരുത്. നിങ്ങൾ ജെന്യൂനായിട്ട് ഇരുന്ന് ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഫലം തന്നെ ഉണ്ടാവും. അതെല്ലാം മറ്റുള്ളവരെ ഉപദ്രവിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചടിയും നന്നായിട്ടുണ്ടാവും. എന്തിനും നിങ്ങൾ ഒരു വേണ്ടുതലോ 2 വേണ്ടുതലോ 3 വേണ്ടുതലോ, ഒരു ചെറിയ നാരങ്ങയിൽ എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കൂടിപ്പോയാലും 3 ആവശ്യം അത് നിങ്ങൾ എഴുതിക്കൊള്ളുക. അല്ലെങ്കിൽ 1, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. തീർച്ചയായിട്ടും അത് നടന്നു കിട്ടും. കൂടുതലൊന്നും എഴുതി വെക്കരുത്, എങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന അളവിന് പെട്ടെന്ന് നടക്കൂല. മാക്സിമം 2 3 അതിൽ കൂടുതൽ എഴുതാൻ പാടില്ല. അതുപോലെ ഇത് വന്നിട്ട് ഭയങ്കര ശക്തിയാർന്ന ഒരു വഴിപാടാണ്. ഇനി വേറൊന്ന്, നിങ്ങൾ 1 ഗ്ലാസ് ശുദ്ധജലത്തില് ഒരു ചെറുനാരങ്ങ ഇട്ട് വെച്ച് അത് ഒരു ടംബ്ലറിൽ ഇട്ട് വെച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ വെളി വാസലിലോ അല്ലെങ്കിൽ ഹാളിലോ നിങ്ങൾ വയ്ക്കുക. അതായത് നമ്മൾ പല വ്യാപാര സ്ഥാപനത്തിലും പോകുമ്പോൾ ലെമൺ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാല് കൺദൃഷ്ടിയെല്ലാം വീട്ടിനുള്ളിലേ വരാതെ. ഇൻകേസ് നിങ്ങൾ വീട്ടിനകത്താണ് വയ്ക്കുന്നതെങ്കിൽ കൺദൃഷ്ടി വീട്ടിനകത്ത് വന്നാലും അത് അപ്പടിയേ വെളിയിലോട്ട് തുരത്തി ഓടിക്കപ്പെടും. ശരിയാ? ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കൊള്ളുക. നല്ല ഫലം വന്ന് ഇതിന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളെ ആശ്ചര്യപ്പെടും. നമ്മൾ അമ്മനിക്ക് എന്ത് സന്തോഷത്തോടെ ചെയ്തു കൊടുത്താലും അമ്മൻ അത് നമുക്ക് തിരിച്ച് 100 മടങ്ങ് അധികം ശക്തിയിൽ തരുന്നതാണ്. അത് മാത്രമല്ല, വരാഹിയമ്മന്റെ മുന്നേ നമ്മൾ ചെറുനാരങ്ങ വെച്ച് എന്ത് ചെയ്തു കൊടുത്താലും അമ്മ അത് പൂർണ്ണ മനസ്സോടെ നമുക്ക് നടത്തി തരും. ഇത് നിങ്ങൾക്ക് ശനിയാഴ്ച ഒഴികെ ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ശരിയാ? കുറിപ്പിട്ട നാളെന്നോ കുറിപ്പിട്ട തീയതി എന്നോ അങ്ങനെ നിങ്ങൾക്ക് ടൈമെന്നോ അങ്ങനെ ഒന്നും ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ പറ്റുന്നോ അപ്പോൾ ചെയ്യുക. എന്ന് വെച്ചിട്ട് നട്ടുച്ചയ്ക്കൊന്നും ചെയ്യരുത്. രാവിലെയും വൈകുന്നേരത്തും അത് ഏതോ ഒരു സമയം പിക്ക് ചെയ്തെടുത്ത് ചെയ്തോളുക. ജീവിതത്തിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് വരാഹിയമ്മൻ നിങ്ങൾക്ക് നടത്തി തരും. പണത്തിന്റെ പ്രശ്നം എന്നത് ഒരു അളവിന് നമ്മളെ ജീവിച്ചു പോകാനുള്ള രീതിക്ക് നമുക്ക് അമ്മ എല്ലാം റെഡി பண்ணി തരും. ദാറ്റ് മീൻസ് ഞാൻ ഈ പറയുന്നത് പണപ്രശ്നം എനിക്ക് ഇരിക്കുന്നു എന്ന് ചിന്തിച്ചോണ്ടിരുന്നാൽ അത് അങ്ങനെ ഇരിക്കുള്ളൂ. നമ്മളും ഉയർച്ച ചെയ്യുക, നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അമ്മനക്ക് വഴിപാട് ചെയ്യുക, നമുക്കറിയുന്ന താന്ത്രികങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അത് ഒതുങ്ങിയിട്ടേ ഇരിക്കും. എല്ലാം ശരിയാവും, വരാഹി അമ്മൻ എല്ലാം ശരിയാക്കി തരും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു 100%, 100ക്ക് മേലെ പെർസെന്റേജ് നിങ്ങൾക്ക് അതിന് ഫലം തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ സ്വർണം പണയം വെക്കുന്നതായാലും പണം ചെലവഴിക്കുന്നതായാലും നമുക്ക് കടം വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നതായാലും ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങളത് അതിലൊരുപാട് സങ്കടപ്പെടരുത്. അത് നമുക്ക് തീരും, അതൊക്കെ നമ്മളെ കൊണ്ട് അടച്ചു തീർക്കാൻ കഴിയും. അങ്ങനെയുള്ള പോസിറ്റീവ് മൈൻഡോട് കൂടി അമ്മന്റെ അടുത്ത് നിങ്ങൾ അപേക്ഷിക്കുക. അമ്മ എല്ലാം ശരിയാക്കി തരും, എന്നെ അമ്മ പിടിച്ചു നിർത്തും. ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾ അമ്മയോട് എല്ലാം നേരിട്ട് അമ്മയിൽ നിന്നും വാങ്ങിക്കൊള്ളുക. നിങ്ങളുടെ സന്തോഷമാണ് അമ്മയുടെ സന്തോഷം. സോ നിങ്ങൾ നന്നായിട്ട് അമ്മയെ പ്രാർത്ഥിച്ചുകൊള്ളുക. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. എന്തിനാ? കുട്ടിക്ക് ഇപ്പോ സ്കൂളിൽ അഡ്മിഷൻ ഇല്ലെങ്കിൽ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും സ്വർണം അടമാനം വെച്ച് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അത് തന്നെ ചിന്തിച്ച് അയ്യോ എന്റെ സ്വർണം പോയി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ നമ്മൾ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാണ് നമ്മളത്, നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മളത് ചെയ്തു. നമുക്കൊരു പൈസ കിട്ടുമ്പോൾ നമ്മളത് തിരിച്ചെടുക്കും. ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റിയിൽ നിങ്ങൾ അമ്മനോട് പറയുക, എന്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് അമ്മേ, എനിക്ക് ഇന്നും ആവശ്യങ്ങൾ വരും, എനിക്ക് അവനെ ഹയർ സ്റ്റഡീസിന് വിടേണ്ട ആവശ്യം വരും, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സറിഞ്ഞ് അമ്മനോട് പ്രാർത്ഥിച്ചോളുക. എല്ലാം അമ്മ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുതരും. സോ അമ്മനെ നിങ്ങൾ നന്നായിട്ട് കൈകൂപ്പിക്കൊള്ളുക. കൂടെ അമ്മനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മനോടെ പേരായ ഓം പുയൽ നങ്കയേ നമോ നമഃ, ഓം പുയൽ നങ്കയേ നമോ നമഃ, ഓം പുയൽ നങ്കയേ നമോ നമഃ ചൊല്ലിക്കോളുക. നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലാൻ പറ്റുന്നുവോ അത്രത്തോളം നിങ്ങൾ ചൊല്ലിക്കോളുക. അമ്മയുടെ ഈ നാമം എന്നത്
ഭയങ്കര ഒരു ഇടിമിന്നൽ എങ്ങനെ വന്നിട്ട് പോകുന്നു ആ വേഗത്തില് അമ്മ വന്ന് നിങ്ങളെ സംരക്ഷിച്ച് നിങ്ങൾക്ക് തരേണ്ടത് തന്നിട്ട് പോകും. ആ അളവിന് ഭയങ്കര പവർഫുൾ ആയത്. സോ എല്ലാരും നന്നായിട്ട് ഇത് യൂസ് ചെയ്തോളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.